കർത്താവ് എപ്പോഴും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ശ്രദ്ധ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇതെന്തറിയാം, ഇത് നമ്മൾ വിശ്വസിക്കേണ്ട, ഇത് നമ്മളോട് നമ്മുടെ മനസ്സ് ഇത് സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് അൽഫോൻസാമയും അന്തോണീസിനെയും മാത്രമേ ദൈവം നോക്കുന്നുള്ളതാണ്. ബൈബിൾ പറയുകയാണ്, നീ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. നിന്റെ വീട്ടുകാർക്ക് വേണ്ടെങ്കിലും, നാട്ടുകാർക്ക് വേണ്ടെങ്കിലും, കൂട്ടുകാർക്ക് വേണ്ടെങ്കിലും, സമൂഹത്തിന് വേണ്ടെങ്കിലും, നിന്നെ മനുഷ്യര് കൂട്ടത്തിൽ കൂട്ടാത്തവനാണെങ്കിലും നിന്നെ എന്റെ കണ്ണുകൾ നീ പിറക്കുന്നതിന് മുമ്പേ കണ്ടതാണ്. ആ കണ്ണും ആ നോട്ടവും നിന്നിൽ നിന്ന് ഞാൻ പിൻവലിച്ചിട്ടില്ല. നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ആപത്തിൽപ്പെടുമ്പോ ദൈവത്തിന് നോട്ടം ഉണ്ടാവും. ഒരു രോഗത്തിൽ അകപ്പെട്ട് കഴിയുമ്പോ ദൈവത്തിന്റെ നോട്ടം ഉണ്ടാവും. ഒരു പ്രശ്നത്തിനകത്ത് കിടക്കുമ്പോ ദൈവത്തിന് നോട്ടം ഉണ്ടാവിടെ. അപ്പൊ അതുകൊണ്ട് ആ ദൈവം നീ ഇതിൽ നിന്ന് പുറത്തു വരാൻ സർവ്വസന്നാഹങ്ങളുമായിട്ട് നിന്നെ സഹായിക്കാൻ കാത്തു നിൽക്കുകയാണ്.